ഹലോ. എല്ലാവരും എന്താ ചെയ്യണേ? എല്ലാവരും മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാം കേട്ടോ. പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട ഈ ഒരു സിറ്റുവേഷനിൽ. മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ഞങ്ങൾ വീട്ടിൽ തന്നെ ആട്ടോ, ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകണില്ല. അതാ വീടിൻ്റെ പുറത്ത് പോകണില്ല, വീട്ടിൽ തന്നെ ആണ്. ഇവ കടയിലൊക്കെ പോകണം, മിഠായി വാങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ തന്നെ ഇരുത്തിയേക്കാണ്. പപ്പ ആണെങ്കിലും ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ എന്ന് പറയണത്. ഇവ അകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവാൾക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞേ. ഉറക്കം വരാനൊന്നും ആയിട്ടില്ല കേട്ടോ. അവൾ എണീറ്റായിട്ട് ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഞാൻ കൊണ്ട് ബാത്ത് ടബിൽ എത്തിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വിളിക്കും, കുളിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞ് വിളിക്കുവേ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു നെക്സ്റ്റ് ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. കുറച്ചധികം സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് പറയുന്ന പോലെ 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ്ലി വീട്ടിലിരിക്കുക. അത്രയും അത്യാവശ്യം ഒരു ഘട്ടം ഉണ്ടെങ്കിൽ, അതായത് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അതായത് അത്രയും സീരിയസ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ മാത്രം പുറത്തോട്ട് പോവുക. അല്ലാണ്ട് ചെറിയ കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന ആ ഒരു ശീലം ഒഴിവാക്കുക. നമുക്കറിയാം അത് ബുദ്ധിമുട്ടാണെന്ന്. കാരണം നമ്മളൊന്നും അങ്ങനെ വീട്ടിലിരുന്ന് ശീലിച്ചിട്ടുള്ളവരായിരിക്കില്ല. എല്ലാവരും എപ്പോഴും ജോലിക്കാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തോട്ടൊക്കെ പോയിട്ടുള്ളവരാണ്, എപ്പോഴും പുറത്ത് കറങ്ങി നടക്കുന്നവരാണ്. പക്ഷേ നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകാൻ നമ്മൾ വിചാരിക്കില്ല, ഒരു ദിവസം ഒന്ന് അവധി കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ, വീട്ടിൽ ഇരിക്കായിരുന്നല്ലോ എന്ന്. പക്ഷെ ഇപ്പോൾ വീട്ടിലിരുന്നോളാൻ പറയുമ്പം ആർക്കും ഇരിക്കണ്ട. പക്ഷേ നമ്മളോട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് കേട്ടോ. അതൊന്നും മനസ്സിലാക്കുക. കാരണം ഭയങ്കര പറ്റാത്തൊരു കാര്യമൊന്നും അല്ല അത്. നമ്മളോട് വീട്ടിലിരിക്കാനേ പറയുന്നില്ല, നമ്മളൊന്നും ചെയ്യാൻ പറയുന്നില്ല. നമ്മൾ വീട്ടിലിരിക്കാൻ പറയണതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നുള്ളതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ടി വി ആണെങ്കിലും ന്യൂസ് ആണെങ്കിലും ഒന്നും ഇപ്പോൾ കാണാൻ പോലും തോന്നുന്നില്ല. യൂട്യൂബ് തുറന്നാൽ തന്നെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ കേൾക്കാനായിട്ട്. ഇന്നലെ തന്നെ ഞാൻ ഇറ്റലിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. കാരണം അവിടുത്തെ ആ ഒരു സിറ്റുവേഷനും നമ്മുടെ രാജ്യത്ത് ഒരിക്കലും അങ്ങനത്തെ ആ ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് പേടി തോന്നായിരുന്നു. പക്ഷെ ഇത്രയും കേട്ടിട്ടും ആർക്കും അത്രയും ഒരു സീരിയസ്നെസ് ഇപ്പോഴും ആളുകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്തു പോകേണ്ടി വന്നായിരുന്നേ. അതായത് എനിക്ക് വോമിറ്റിംഗ് ആയിരുന്നു. അതായത് എന്തോ ഫുഡ് പോയ്സൺ ആയിട്ട് വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം വോമിറ്റ് ചെയ്തു. അപ്പോൾ ഞാനിതുപോലെ ഇഞ്ചി നാരങ്ങയൊക്കെ കുടിച്ചൊക്കെ നോക്കി, പക്ഷേ രക്ഷയുണ്ടായില്ല കേട്ടോ, തീരെയും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് എൻ്റെ പഠിച്ചോനെ റോഡ് മുഴുവൻ എന്താ പറയുക, പെരുന്നാൾ രാവ് പോലെ ആയിരുന്നു കേട്ടോ, ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ട്. എനിക്കറിയില്ല എന്താണ് ആളുകളൊക്കെ ഇങ്ങനെയെന്ന്. ആർക്കും ഇപ്പോഴും ആ ഒരു സീരിയസ്നെസ് വന്നിട്ടില്ല. അതെനിക്ക് തോന്നി ആലപ്പുഴയിൽ മാത്രമാണോ എന്നറിയില്ല കേട്ടോ. കാരണം ആലപ്പുഴയിൽ ഇതുവരെ അങ്ങനത്തെ കേസ്, ഞാൻ പോകുന്ന സമയത്തൊന്നും ഇവിടെ കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ ഇവിടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത്. അതുവരെ ഇങ്ങനെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആളുകളൊക്കെ അത്രയും ഒരു എന്താ പറയുക, കെയർലെസ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ നമ്മൾ പേടിക്കണ്ടെന്ന് പറയുന്നെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും നമുക്കൊന്ന് പേടി വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും വീട്ടിലിരിക്കാൻ തോന്നൂല. എല്ലാവരും പോലീസിനെ പറ്റിച്ചിട്ട് എന്തൊക്കെയൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ മാക്സിമം വീട്ടിലിരിക്കുക കേട്ടോ, വീട്ടിലിരിക്കുക തന്നെ വേണം. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാരമില്ല, നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലിരുന്നേ പറ്റുള്ളൂ. അത് അത്ര അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നെ വീഡിയോസ് ഇടുന്നതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല കേട്ടോ. ഞാനിനി വീഡിയോസ് ചെയ്യുമോ എനിക്കറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതേപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് കിടപ്പുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡ് സത്യം പറഞ്ഞാൽ കിട്ടണില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എനിക്കറിയില്ല, എന്താ വേണ്ടതെന്നുള്ളത്. അഫയാണെങ്കിലും അവിടെ ഒറ്റയ്ക്കായതുകൊണ്ടേ അഫിക്ക് അതും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അഫിക്ക് നാട്ടിൽ വരാൻ പറ്റാണ്ട് അവിടെ നിൽക്കാല്ലേ. അതുപോലെ ജോലിയില്ലാന്ന് വെച്ചാൽ അവർക്കിപ്പോൾ വീട്ടിൽ നിന്നാണ്, റൂമിൽ നിന്നാണ് ജോലി ചെയ്യണത്. അതുകൊണ്ട് തന്നെ ആകെ മടുപ്പാണ്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഫുൾ ടൈം റൂമിൽ ഇരുന്ന് ആകെ മടുപ്പാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്കും ഒരു സന്തോഷമല്ല, നമുക്കറിയാം സന്തോഷിക്കാനുള്ള സമയമല്ല എന്ന്. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. വീഡിയോസൊക്കെ ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുക്കും മിക്കവാറും. അപ്പോൾ ദൈവം കുറച്ച് നേരമായിട്ട് ബാത്ത് ടബിൽ ഇരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് അവളെ ഒന്ന് കുളിപ്പിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇവക്കൂട്ട് എന്താ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നല്ലേ, സുന്ദരിക്കുട്ടിയായിട്ട് വന്നല്ലേ. എന്ത് ചെയ്യുക ഇപ്പോൾ?
ഞാൻ ദാ ഇവിടെ ഇരുന്നിട്ടേ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, വാഴപ്പിണ്ടി അരിയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇപ്പം പുറത്തൊന്നും കടയിലൊന്നും അധികം പോകാത്തതുകൊണ്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാക്സിമം ഇവിടെ മുച്ചിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പം അതും ഈ വാഴപ്പിണ്ടിയൊക്കെ എടുത്താണ് ഇന്നത്തെ കറി വെക്കുന്നത്. നമ്മളപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് മെഴുക്ക് വരട്ടി ആട്ടം ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 വറ്റൽ മുളക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് 5-6 ഉള്ളിയും അതുപോലെ കുറച്ചൊരു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അതിലോട്ട് ഈ അരച്ച് വെച്ചേക്കേണ്ട ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ വാഴപ്പിണ്ടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇങ്ങനെ അല്ലാണ്ട് ഉണ്ടാക്കാറുള്ളത്, നമ്മൾ പയറൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ രീതിക്കാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്നല്ലേ, വളരെ വേഗം തന്നെ കാര്യം കഴിയും. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 മിനിറ്റും കൂടി തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇന്ന് അവിയലും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അവിയലിന് അങ്ങനെ ഭയങ്കര കഷ്ണങ്ങളൊന്നും ഇല്ല. ഇവിടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കഷ്ണങ്ങളും അതുപോലെ പറമ്പിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടാണ് അവിയൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ട് കൊടുക്കണത്. എന്നിട്ട് നമ്മൾ ഇതിനുള്ള അരപ്പുണ്ടാക്കുക. അതിൽ കുറച്ച് തേങ്ങായും ഉള്ളിയും വെളുത്തുള്ളിയും എന്താ പറയുക മഞ്ഞൾപ്പൊടി അതുപോലെ നല്ല ജീരകമൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ അവിയലിൻ്റെ സംഭവങ്ങളൊക്കെ വരും, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അരച്ച് വെച്ച അരപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കാൻ പാടില്ല കേട്ടോ. അവിയലിന് ഭയങ്കരമായിട്ട് ഇളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ആകെ ഉടഞ്ഞ് കുളമായി പോവും. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചൊരു കറിവേപ്പില ഇട്ടിട്ട് 1-2 സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അവിയൽ വെക്കണേന്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. വായി വെച്ചാൽ തുറന്ന് കാണിച്ചു തരാം. ഇവാൾക്ക് ചോറ് കൊടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ആട്ടമുള്ള സമയം പോകുന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇത്രയും നേരം കൊണ്ടു നടന്നിട്ടും ആകെ 1-2 വാ ചോറാണ് അവൾ വായിൽ വെച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചോറ് കൊടുക്കാനായിട്ട്. പക്ഷേ ഈ പലഹാരങ്ങളുണ്ടല്ലോ, അതായത് ദോശ അപ്പമൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചോളും. പക്ഷേ ചോറ് കൊടുക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ചോറൊക്കെ കഴിച്ചതിനപ്പോൾ എന്താണാവോ ഇന്ന് ഇവ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അവൾ ഉറക്കണ വഴിക്ക് ഞാനും കൂടെ കിടന്ന് ഉറങ്ങിപ്പോയേ. അങ്ങനെ ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇവാക്ക് പാല് കൊടുത്തു കേട്ടോ. പാലിൽ കുറച്ച് കോൺഫ്ലെക്സ് ഇട്ടിട്ട് അതാണ് ഇവാക്ക് കൊടുത്തത് വൈകുന്നേരം. അപ്പോൾ ഉമ്മച്ചാണെങ്കിൽ ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത്. അങ്ങനെ ഞാനത് 1-2 ഇരുന്ന് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.